നന്ദി നന്ദി നാഥാ. അളവില്ല സ്നേഹത്തിനാ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ അളവില്ലാത്ത ആ സ്നേഹത്തിന് നന്ദി കൊടുത്തുകൊണ്ട് ദൈവങ്ങളെ നമ്മളിരിക്കുന്ന ആ സ്ഥലങ്ങളിലൊക്കെയും ശാന്തമായ പാട്ടിനടികൾ കേട്ടവർക്കൊക്കെ അറിയാം, നമ്മുടെ കണ്ണ് നിറയാനല്ലാതെ നന്ദി കൊടുക്കാനല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്താണുള്ളത്. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒന്ന് രണ്ട് സത്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ചിലപ്പോൾ നമ്മൾ കരുതും നമ്മളെ ആരും നോക്കാനില്ല, നമുക്ക് വേണ്ടി കരുതാൻ ആരുമില്ല എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അനാഥരായ, വിധവകളായ, ആരുടെയും ആലംബമില്ലാത്തവരെ കരുതുന്ന ദൈവം എത്രയോ പ്രാവശ്യം നമ്മളെ കരുതിയെന്ന് ഓർത്താൽ പബ്ലിക്കിന്റെ മുമ്പിൽ നിന്ന് നമുക്ക് ഒരു പക്ഷെങ്കിൽ കണ്ണുനീരൊഴുക്കാൻ അറിയത്തില്ലെങ്കിലും നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തോട് നന്ദി പറഞ്ഞ കണ്ണുനീരൊഴുക്കിയാൽ അളവില്ലാത്ത ദാനങ്ങൾ നൽകുന്ന ആ ദൈവം നമ്മെ കരുതുവാൻ, നമ്മെ സഹായിപ്പാൻ അവൻ സർവശക്തനായ ദൈവമാണ്. ഇരിക്കുന്ന ഇടങ്ങളിൽ ഒരു പക്ഷെങ്കിൽ കൂട്ടുകാർ കൂടെയൊക്കെ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് കരങ്ങൾ അടിക്കാൻ പറ്റാത്തവരുണ്ടാവാം. എന്നാൽ കരങ്ങൾ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി ഒറ്റയ്ക്കിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും കഴിയുന്നവർ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും എന്നുള്ളതായ ആ പാട്ടുപാടി കാൽവറി മലയിൽ എനിക്ക് വേണ്ടി മരിച്ച യേശുവിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം എന്ന പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കാൽവറി മലയിൽ ക്രൂശിൽ മരിച്ചോരു, കാൽവറി മലയിൽ ക്രൂശിൽ മരിച്ചോരു രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു, പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു ദൈവത്തിനു സ്തോത്രം എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആത്മശക്തിയാൽ എന്നുള്ളം നിറച്ചോരു, ആത്മശക്തിയാൽ എന്നുള്ളം നിറച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന, രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന ദൈവത്തിനു സ്തോത്രം, എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന, ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൃഷ്ടി എൻ്റെ മേൽ വച്ചിഷ്ടമായി നോക്കുന്ന, ദൃഷ്ടി എൻ്റെ മേൽ വച്ചിഷ്ടമായി നോക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം. ഓ ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത, വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും
ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ദൃഷ്ടി എൻ്റെ മേൽ വെച്ചിഷ്ടമായി നോക്കുന്ന, ദൃഷ്ടി എൻ്റെ മേൽ വെച്ചിഷ്ടമായി നോക്കുന്ന ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന, ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ഓ ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത, വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ഓ ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ഓ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ആമേൻ. പെറ്റ തള്ളയെ കാളുറ്റു സ്നേഹിക്കുന്ന, പെറ്റ തള്ളയെ കാളുറ്റു സ്നേഹിക്കുന്ന ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ഓ പെറ്റ തള്ളയെ കാളുറ്റു സ്നേഹിക്കുന്ന, പെറ്റ തള്ളയെ കാളുറ്റു സ്നേഹിക്കുന്ന ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം. ഓ താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണൂതി പൊൻകരത്താൽ തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണൂതി പൊൻകരത്താൽ തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. ഓ താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണൂതി പൊൻകരത്താൽ തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണൂതി പൊൻകരത്താൽ തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. ഓ കരകണതാഴിയിൽ വലയൂരേ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരേ. കരകണതാഴിയിൽ വലയൂരേ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരേ.
താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. 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 തുടച്ചെന്റെ കണ്ണൂനീർ പൊൻകാരത്താൽ, തുടിക്കുന്ന മനം സുഖ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണൂനീർ പൊൻകാരത്താൽ, തുടിക്കുന്ന മനം സുഖ സന്തോഷത്താൽ. അവൻ താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണൂനീർ പൊൻകാരത്താൽ, തുടിക്കുന്ന മനം സുഖ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണൂനീർ പൊൻകാരത്താൽ, തുടിക്കുന്ന മനം സുഖ സന്തോഷത്താൽ. നമുക്കും ചൊന്നത വിശുദ്ധന്മാരാം അലങ്കൃതമായ തിരുവചനം. നമുക്കും ചൊന്നത വിശുദ്ധന്മാരാം അലങ്കൃതമായ തിരുവചനം. അനുദിനം തരുമവൻ പുതുശക്തിയാൽ, അനുഭവിക്കും അതിസന്തോഷത്താൽ. അനുദിനം തരുമവൻ പുതുശക്തിയാൽ, അനുഭവിക്കും അതിസന്തോഷത്താൽ. നമുക്കും ചൊന്നത വിശുദ്ധന്മാരാം അലങ്കൃതമായ തിരുവചനം. നമുക്കും ചൊന്നത വിശുദ്ധന്മാരാം അലങ്കൃതമായ തിരുവചനം. അനുദിനം തരുമവൻ പുതുശക്തിയാൽ, അനുഭവിക്കും അതിസന്തോഷത്താൽ. അനുദിനം തരുമവൻ പുതുശക്തിയാൽ, അനുഭവിക്കും അതിസന്തോഷത്താൽ. കരകണതാഴിയിൽ വലയുവോരേ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരേ. കരകണതാഴിയിൽ വലയുവോരേ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരേ. വരികവൻ ചാരത്തുവൻ ഇതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. വരികവൻ ചാരത്തുവൻ ഇതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഭാരം, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഭാരം, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഭാരം, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഭാരം, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഭാരം, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഭാരം, ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണൂനീർ പൊൻകാരത്താൽ, തുടിക്കുന്ന മനം സുഖ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണൂനീർ പൊൻകാരത്താൽ, തുടിക്കുന്ന മനം സുഖ സന്തോഷത്താൽ. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണൂനീർ പൊൻകാരത്താൽ, തുടിക്കുന്ന മനം സുഖ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണൂനീർ പൊൻകാരത്താൽ, തുടിക്കുന്ന മനം സുഖ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണൂനീർ പൊൻകാരത്താൽ, തുടിക്കുന്ന മനം സുഖ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണൂനീർ പൊൻകാരത്താൽ, തുടിക്കുന്ന മനം സുഖ
വഴി നടത്തി താഴ്ചയിൽ എനിക്കവൻ വഴി നടത്തി തുടച്ചെന്റെ കണ്ണൂരിൽ കരുത്താൻ തുടച്ചെന്റെ കണ്ണൂരിൽ കരുത്താൻ തുടിക്കുന്ന മനസ്സൊക്ക സന്തോഷത്താൽ ഓ തുടച്ചെന്റെ കണ്ണൂരിൽ കരുത്താൻ തുടിക്കുന്ന മനസ്സൊക്ക സന്തോഷത്താൽ 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 ആമേൻ തുടച്ചെന്റെ കണ്ണൂരിൽ കരുത്താൻ മനസ്സൊക്ക സന്തോഷത്താൽ ഓ തുടച്ചെന്റെ കണ്ണൂരിൽ കരുത്താൻ തുടിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. സ്ഥലകാല പരിമിതികളില്ലാതെ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു. പഴയ പാട്ടിൻ്റെ അടികൾ എത്ര പ്രസക്തമാണ്. സ്തോത്രം. എൻ്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്നേഹിതരെ, ഒരുപക്ഷെ നമുക്കൊക്കെ കണ്ണുനീരും പ്രയാസങ്ങളും ഉള്ളവരായിരിക്കാം നമ്മൾ പലരുമായിരിക്കുന്നത്. എന്നാൽ കർത്താവ് നമ്മളോട് പറഞ്ഞ്, കർത്താവ് നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ചില്ലേ, ഇനിയും അവൻ തുടയ്ക്കാൻ ശക്തനല്ലേ. നമ്മെ നടത്തുന്ന ആ ദൈവത്തിൻ്റെ എല്ലാ വഴികളെയും ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുകയാണ്. അല്പനിമിഷങ്ങളിൽ ഒരു ദൈവവചന ചിന്തയിലേക്ക് നമ്മൾ ഒരുമിച്ച് കടന്നു വരുവാൻ താല്പര്യപ്പെടുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ഇരിക്കുന്ന സ്ഥലങ്ങൾ, നിങ്ങളുടെ വേദപുസ്തകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റോമൻസ് ചാപ്റ്റർ 1:20. സ്തോത്രം. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം. ശ്രദ്ധയോടെ അല്പനിമിഷങ്ങൾ ഈ വചനത്തിലേക്ക് നിങ്ങൾ ഒരുമിച്ചായിരിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒന്ന് വായിക്കാം. For his invisible attributes, namely his eternal power and divine nature, have been clearly perceived ever since the creation of the world
in the things that have been made, so they are without excuse. സ്തോത്രം. മലയാളത്തിൽ ഒന്നുകൂടി വായിക്കാം. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. ഞാൻ ഈ വചനം ഒന്ന് വായിക്കുമ്പോൾ നിങ്ങളോട് ഒന്ന് ശ്രദ്ധിച്ചോണം. പറയുമ്പോൾ പിന്നീട് മനസ്സിലാകും. ഒരു പ്രാവശ്യം കൂടി ഞാൻ നിർത്തി ഒന്ന് വായിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. അവൻ്റെ ശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. ഇത് ശ്രദ്ധയോടെ, എനിക്കറിയാം മിക്കവാറും ഉള്ളവർക്കൊക്കെ ഒരു പക്ഷെങ്കിലും വായിച്ചിട്ടുള്ളതാണ്, എന്നാൽ നമുക്ക് ഒറ്റയടിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത എന്നാൽ ചെറിയ സിമ്പിളായിട്ടുള്ള ചില സത്യങ്ങൾ അതിൻ്റെ അകത്ത് പൗലോസ് എഴുതിയിരിക്കുന്നതാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഈ വായിച്ച ഭാഗത്തിലെ 2 ഭാഗങ്ങളാണ്, ഈ വായിച്ച ഭാഗത്തിൽ നിന്നുള്ള 2 പദപ്രയോഗങ്ങളാണ് ഇന്നത്തെ ഈ മെസ്സേജിൻ്റെ തലക്കെട്ടായി, ടൈറ്റിലായി ഞാൻ നൽകുവാൻ താല്പര്യപ്പെടുന്നത്. 1 നിത്യശക്തി, 2 ദിവ്യത്വം. നിത്യശക്തിയും ദിവ്യത്വവും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എറ്റേണൽ പവർ ആൻഡ് ഡിവൈൻ നേച്ചർ. ഈ റോമാലേഖനം അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകാതെ പറയട്ടെ. വിശ്വാസത്താലുള്ള മനുഷ്യൻ്റെ നീതീകരണത്തെക്കുറിച്ചാണ് ഈ റോമാലേഖനത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ മൊത്തത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണമാണ് ഈ റോമാലേഖനത്തിൽ മുഴുവനായി നമുക്ക് ആദ്യോടൊന്നും പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ 1-ാം അധ്യായത്തിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു അധ്യായത്തിൽ മാനവജാതിയെ, പ്രത്യേകിച്ച് നമുക്ക് 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ മനുഷ്യജാതിയെ മൊത്തത്തിൽ 2ആയി തിരിച്ചുകൊണ്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ 3 വിധത്തിൽ പഠിക്കാൻ പറ്റുമെങ്കിലും മാനവജാതിയെ മൊത്തത്തിൽ 2ആയി തിരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് പഠിക്കാൻ പറ്റുന്നത്. സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി, ഒന്നുകിൽ നമ്മൾ മിത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ശത്രുവെന്ന് മനസ്സിലാക്കുന്നു, ഒന്നുകിൽ വെയിലെന്ന് പറഞ്ഞാൽ അതിന് പകരം നമ്മൾ ഇരുട്ട്, അല്ലെങ്കിൽ വെളിച്ചത്തിന് പകരം ഇരുട്ട് എന്ന ഓപ്പോസിറ്റ് പദം മനസ്സിലാക്കുന്നു. എന്നാൽ ഇവിടെ അതിൽ നിന്നും അല്പം വ്യത്യസ്തമായി കാണുന്നത് ഭക്തനും സാധാരണ മനുഷ്യനും എന്ന പദപ്രയോഗമാണ് നമുക്കിവിടെ ശ്രദ്ധിക്കാൻ കഴിയുന്നത്. ഭക്തനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ഗോഡ്ലിനെസ്സിൽ ജീവിക്കുന്ന ഭക്തനായ മനുഷ്യനും, അതുപോലെ തന്നെ ഒരു നോർമലായി ജീവിക്കുന്ന ഒരു വ്യക്തി, നീതിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തി. അതാണ് കറക്റ്റ് 2 ഓപ്പോസിറ്റ് പദങ്ങളെക്കാൾ വ്യത്യസ്തമാണെന്ന് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചതിൻ്റെ കാര്യവത. നീതിയുള്ള ഒരു മനുഷ്യനും അതുപോലെ തന്നെ ഭക്തനായ ഒരു മനുഷ്യനും, അങ്ങനെയാണ് ഈ 18 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ചിന്തയിലേക്ക് പ്രവേശിക്കാൻ. ഇനിയും പറഞ്ഞാൽ അദൃശ്യനായ ദൈവം, നമ്മുടെ വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്. അദൃശ്യനായ ദൈവം ഈ ലോകത്തിൻ്റെ ആരംഭം മുതൽ തൻ്റെ പ്രവർത്തികളിലൂടെ മനുഷ്യന് തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. പ്രപഞ്ചത്തിൻ്റെ തുടക്കം മുതൽ മനുഷ്യന് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത, താൻ അദൃശ്യനാണെങ്കിലും അറിയാതിരിക്കാൻ, മാനവജാതി തന്നെ അറിയാതിരിക്കാൻ ദൈവം ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. താൻ അദൃശ്യനാണ്, സത്യമാണ്. പക്ഷേ ഓരോ മിനിറ്റിലും, അത് ഭക്തനായാലും വേണ്ടില്ല, നീതിമാനായാലും വേണ്ടില്ല, എല്ലാവരും ഈ അദൃശ്യനായ ദൈവത്തെ അറിയണമെന്ന് ദൈവം താല്പര്യപ്പെട്ടു.
വളരെ ശാന്തമായിട്ടാണ് ഞാൻ ഈ ഭാഗങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഭക്തനും സാധാരണ മനുഷ്യനും ദൈവത്തെ അറിയണമെന്ന് താല്പര്യപ്പെട്ട ദൈവം അദൃശ്യനാണെങ്കിലും ആ ദൈവം തൻ്റെ പ്രവർത്തികളാലാണ് മനുഷ്യന് വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ വചനത്തിൽ നമ്മൾ കണ്ടതുപോലെ ഭക്തനും തെറ്റിയൊഴിയാൻ പറ്റത്തില്ല, സാധാരണ മനുഷ്യനും ഞാനിതൊന്നും അറിഞ്ഞില്ലെന്നും പറഞ്ഞ് തെറ്റിയൊഴിയാനൊക്കത്തില്ല. ഭക്തൻ ദൈവത്തോട് അടുത്തിരിക്കുന്നവനായതുകൊണ്ട്, അത് യഹൂദനെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഭക്തൻ ദൈവത്തോട് അടുത്തിരിക്കുന്നത് കൊണ്ട് എനിക്കിനി ഒന്നും അറിയണ്ട എന്ന് പറഞ്ഞ് എങ്ങനെ ഇഷ്ടം പോലെ ജീവിക്കാനും പറ്റത്തില്ല. നീതിമാനായി ജീവിക്കുന്ന ഒരു നോർമൽ ലൈഫിൽ നീതിമാനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ ഈ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടില്ലെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു പോകാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ലോക സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവത്തെ മനുഷ്യൻ അറിയപ്പെടാൻ ആഗ്രഹിച്ചു. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ തൻ്റെ പ്രവർത്തികളിലൂടെയാണ് മനുഷ്യൻ ദൈവത്തെ അറിയാൻ താല്പര്യപ്പെട്ടത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മുടെ മുമ്പിൽ ഇതൊരു സത്യമല്ലേ? നമ്മുടെ കണ്ണുകൊണ്ട്, ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമ്മൾ ദൈവത്തെ കാണുന്നില്ല പലപ്പോഴുമെങ്കിലും. നമുക്ക് ഓരോ മിനിറ്റിൻ്റെ അകത്തും ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തെന്നറിയാൻ ദൈവം നമുക്ക് കൃപ തന്നു. അതല്ലേ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നു. പലപ്പോഴും നമ്മളത് തിരിച്ചറിയുന്നില്ല. എന്നാൽ സത്യം എന്താണ് നമ്മെ വിളിച്ചറിയിക്കുന്നതെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ദൈവത്തെ എല്ലായ്പ്പോഴും അറിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇനിയും ഏതൊക്കെ കാര്യങ്ങളിലൂടെയാണ് മനുഷ്യൻ ദൈവത്തെ അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നതെന്ന്, ഏതൊക്കെ കാര്യങ്ങളിലൂടെയാണ് മനുഷ്യൻ ദൈവത്തെ അറിയാൻ ദൈവം താല്പര്യപ്പെടുന്നതെന്ന് ഈ വചനത്തിലെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതായ 2 പദപ്രയോഗങ്ങളിലൂടെ കാണാം. ഏതൊക്കെ കാര്യങ്ങളിലൂടെയാണ് മനുഷ്യൻ ദൈവത്തെ അറിയാൻ ദൈവം താല്പര്യപ്പെടുന്നത്? തൻ്റെ 2 അദൃശ്യ ലക്ഷണങ്ങളാണ്. ആ 2 കാര്യങ്ങളിലൂടെയാണ് മനുഷ്യൻ ദൈവത്തെ അറിയാൻ ദൈവം താല്പര്യപ്പെടുന്നത്. ഒന്നാമത്തെ പദം ഇവിടെ എന്താണെന്നറിയാമോ? തൻ്റെ അദൃശ്യ ലക്ഷണങ്ങളിൽ ഒന്നാമത് എഴുതിയിരിക്കുന്നത് തൻ്റെ നിത്യശക്തി, എറ്റേണൽ പവർ. ഈ നിത്യശക്തിയിലൂടെ ദൈവത്തെ അറിയണം. നിത്യശക്തി അഥവാ എറ്റേണൽ പവർ എന്ന് പറഞ്ഞാൽ പ്രധാനമായും തുടക്കവുമില്ല ഒടുക്കവുമില്ലാത്തതാണ് ദൈവത്തിൻ്റെ ശക്തി. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ തിരിച്ചറിയണമെന്ന്, എറ്റേണൽ പവർ നമ്മൾ തിരിച്ചറിയണമെന്ന്. തുടക്കവുമില്ല ഒടുക്കവുമില്ലാത്ത ദൈവശക്തി. ഒന്നുകൂടി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൻ്റെ ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ആ പദപ്രയോഗം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ലോകത്തിൻ്റെ സൃഷ്ടി മുതൽ തൻ്റെ പ്രവൃത്തി ഇവിടെ നടക്കുന്നുണ്ട്. ആ പ്രവൃത്തികളിൽ ഒന്നാമത്തേത് എന്നിത് തുടങ്ങിയെന്ന് എനിക്ക് നിങ്ങൾക്കും പറയാനറിയത്തില്ല, എന്നിത് അവസാനിക്കുമെന്നും പറയാനൊക്കത്തില്ല. ആദിയും അന്തവുമില്ലാത്ത ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തിയെങ്കിൽ, ഞാനതിൻ്റെ അകത്തൊരു ദൈവിക സന്ദേശം നിങ്ങളോടൊന്ന് കൈമാറിക്കൊള്ളട്ടെ. പ്രിയ സ്നേഹിതരെ, നിൻ്റെ ജീവിതത്തിൻ്റെ എവിടെയെങ്കിലും ഒരു മനുഷ്യൻ ഫുൾ സ്റ്റോപ്പ് ഇടാൻ താല്പര്യപ്പെട്ടാൽ, ഇതുകൊണ്ട് അവസാനിച്ചുവെന്നോ ഇതുകൊണ്ട് ആരംഭിച്ചുവെന്നോ ഒരു മനുഷ്യൻ പറയാൻ താല്പര്യപ്പെട്ടാൽ, ഹേ ബുദ്ധിഹീനനായ മനുഷ്യനെ, ദൈവം നിന്നോട് സംസാരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നീയും മറ്റുള്ളവരും അറിയാത്ത ഒരു ശക്തി എന്നിൽ നിന്ന് പുറപ്പെടുന്നെങ്കിൽ, എൻ്റെ പൈതലിൻ്റെ ജീവിതത്തിൽ ഞാൻ നിത്യശക്തി വെളിപ്പെടുത്തുന്ന ദൈവമാണ്. അതിനെ മനസ്സിലാക്കാൻ ലോകത്തിലെ ആർക്കും കഴിയത്തില്ല. സ്തോത്രം. തുടക്കവും ഒടുക്കവുമില്ലാത്ത ദൈവശക്തി. മറ്റൊന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്കെല്ലാം അറിയാം, ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളെയെല്ലാം ലോകാരംഭം മുതൽ നിലനിർത്തുന്നത് ഈ ദൈവത്തിൻ്റെ ശക്തിയല്ലേ? ഈ പ്രകൃതിയെ നിലനിർത്തുന്ന ദൈവത്തിൻ്റെ ശക്തിയല്ലേ? ഇതിനുള്ളൊരു ക്രമം നിലനിർത്തിയിരിക്കുന്നത് ദൈവമല്ലേ? ജീവൻ നിലനിർത്തിയിരിക്കുന്നത് ദൈവമല്ലേ? ഇതെല്ലാം മനുഷ്യബുദ്ധിയിൽ വളരെ വ്യക്തമായി അറിയാത്തക്കവണ്ണം ദൈവത്തിൻ്റെ നിത്യശക്തിയിലൂടെ ഓരോ ദിവസവും ചലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സൃഷ്ടികൾ, പ്രകൃതി, ഇതിൻ്റെ നിലനിൽപ്പ്,
മനുഷ്യൻ, ജീവൻ, ഇതെല്ലാം ഒരു ദിവസം പോലും വ്യത്യാസമുണ്ടാകുന്നില്ല. ഒന്നുകൂടി ഒന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് ഈ ഭൂമി സൂര്യനെ ഒന്ന് വലം വെച്ച് വരികയാണ്. ഏത് ശക്തി കൊണ്ട് ഇതിനെ, ഈ പ്രപഞ്ചം ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ ഇതിനെ തിരിച്ചു കൊണ്ടിരുന്നത് ഏത് എനർജി കൊണ്ടാണ്? ഒരൊറ്റ മനുഷ്യൻ്റെയും ശക്തി കൊണ്ടല്ലല്ലോ ഇതിനെ തിരിച്ചു കൊണ്ടിരുന്നത്. ഏതാണ്ട് 365 ദിവസങ്ങൾ കൊണ്ട് ഒരു വർഷം നമ്മൾ പിന്നിടുന്നു. ആരാണ് ഈ കാലചക്രത്തെ തിരിച്ചത്? കാനഡയിൽ ജീവിക്കുന്നവർക്കറിയാം, ഈ മഞ്ഞും മഴയും വെയിലും ഏതാണ്ട് 4 സീസണോളം ഒരുപോലെ അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാനഡയിലുള്ള പ്രദേശങ്ങൾ. ഈ മഞ്ഞിനെ പെയ്ക്കുന്നത് ആരാ? ഈ മഴയെ തക്ക സമയത്ത് പെയ്ക്കുന്നത് ആരാ? ഈ പ്രകൃതിയിലെ പച്ചപ്പ് വരേണ്ട സമയത്ത് മരങ്ങൾ തകരാൻ തുടങ്ങുമ്പോൾ നാമ്പുകളിട്ട് ഇവിടുത്തെ വൃക്ഷങ്ങളെ നിലനിർത്തുന്നത് ആരാ? ഇതിന് വേണ്ട സമയത്ത് ഇല പൊഴിഞ്ഞാലും നിൽക്കാനുമുള്ള ശക്തി നൽകുന്നത് ആരാ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ താഴെ അവിടെ ഇറങ്ങുമ്പോൾ ഒരു 10-12 ഇവിടുത്തെ കൽഗമെന്ന നാട്ടിൽ പറയുന്നത് ഇവിടുത്തെ ടർക്കി കോഴി ഈ താഴെ ഇറങ്ങി വന്ന് ഈ മഞ്ഞ് സമയത്ത് അവിടെ നിന്ന് കൊത്തിപ്പറക്കുന്നത് ഞാൻ കാണാറുണ്ട്, തിന്നുന്നത്. അതാരും വളർത്തുന്നതല്ല, ഇതിൻ്റെ അകത്തെ കാട്ടിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി പുറത്ത് വന്ന് നിന്ന് കൊത്തി തിന്നുക. ഞാനെങ്ങനെ ചിന്തിച്ച്, എൻ്റെ ദൈവമേ, ഇത്രയും മഞ്ഞ് പെയ്ത് എനിക്കിതിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് എനിക്കും നിങ്ങൾക്കും ഇറങ്ങാൻ പറ്റാതിരിക്കുമ്പം ഇതിനെ എവിടെയാണ് ദൈവം കരുതി വച്ചിരിക്കുന്നത്? എവിടെയാണ് ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്? ഞാനൊന്നു പറയാം, എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുതലെന്ന് പറഞ്ഞത് അത് നിത്യമായ കരുതലാണ്. അവൻ്റെ ശക്തി എന്ന് പറയുന്നത് നിത്യശക്തിയാണ്. സ്തോത്രം. ഞാനും നിങ്ങളും ഒരു കോഴിക്കുഞ്ഞിനെ വിരിക്കണമെങ്കിൽ അതിൻ്റെ മുട്ടയെടുത്തുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് എത്രമാത്രം കരുതിയിട്ടാണ് ഒരു കോഴിക്കുഞ്ഞിനെ വിരിച്ചെടുക്കുന്നത്? ഒരു മനുഷ്യക്കുഞ്ഞിന് ജന്മം ഒരമ്മയുടെ ഉദരത്തിൽ വന്നാൽ എത്രമാത്രം കരുതൽ നടത്തിയിട്ടാണ് അവസാനമായ കുഞ്ഞ് ജനിക്കുന്നത്? ഈ മഞ്ഞും മഴയും ഒക്കെ പെയ്യുമ്പോഴും ഒരൊറ്റ റൂഫിങ്ങുമില്ലെങ്കിലും, പിടിക്കാനുള്ള പാമ്പുകൾ ഓടി നടന്നാലും, ക്രൂരമൃഗങ്ങൾ ഓടി നടന്നാലും, ദൈവം സൃഷ്ടിച്ചതായ സൃഷ്ടികളെ മുഴുവൻ ഒരെണ്ണത്തിനെയും തീരാതെ ഇന്ന് വരെ കരുതിയെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ നിത്യശക്തിയെ നീ കണ്ടിട്ടില്ലേ? നിനക്കത് മനസ്സിലാക്കാൻ ദൈവം ഭാഗ്യം തന്നില്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാൻ താല്പര്യപ്പെടുന്നു. കാലങ്ങളും തലമുറകളും മാറിയാലും എൻ്റെ ദൈവത്തിൻ്റെ ശക്തിക്ക് മാറ്റം വരികയില്ല. പ്രൈസ് ദ ലോർഡ്. കാലങ്ങൾ മാറിയെന്ന് വരാം, വ്യക്തികൾ മാറിയെന്ന് വരാം, എന്നാൽ ദൈവത്തിൻ്റെ ശക്തിക്കൊരു മാറ്റം വരത്തില്ല. ഇന്ന് 2026 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന പ്രിയ സഹോദരങ്ങളോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞപ്പോൾ തലമുറകൾ എത്ര മാറി മറിഞ്ഞെന്നറിയാമോ? നമ്മുടെ പിതാക്കന്മാർക്ക് പെയ്യിച്ചു കൊടുത്ത, വല്യപ്പച്ചന്മാർക്ക് പെയ്യിച്ചു കൊടുത്ത മഴ ഇന്ന് വരെ എൻ്റെ ദൈവം നിർത്തിയിട്ടുണ്ടോ? അവർക്ക് കൊടുത്ത വെജിറ്റബിൾസും അവർക്ക് കൊടുത്ത ഭക്ഷണവും ഇന്ന് വരെ ദൈവം ഈ ഭൂമിയിൽ കിളിർക്കാതിരുത്തിയിട്ടുണ്ടോ? സ്തോത്രം. അവർക്ക് കുടിക്കാൻ കൊടുത്ത വെള്ളം ഇതുവരെ ദൈവം തരാതിരുന്നിട്ടുണ്ടോ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ നിൽക്കേണ്ടിടത്ത് ദൈവം നിർത്തിയില്ലേ? ഇന്ന് പകൽക്കാലം ഞാൻ ഒന്ന് പറയട്ടെ, ദൈവത്തിൻ്റെ നിത്യശക്തി അനുഭവിച്ചറിയുന്ന ദൈവവൈതൽ പറയേണ്ടത്, ഞാനിത് ഓരോ നിമിഷവും കാണുന്ന ദൈവവൈതലാ. ഗ്ലോറി ടു ദ ലോർഡ്. ഞാൻ ഒന്നുകൂടി ഇറങ്ങി നമ്മളെ ഒന്ന് ചിത്രീകരിച്ചു കൊണ്ട് പറയട്ടെ, ജനിച്ചത് മുതൽ ഇന്ന് വരെ ഭക്ഷണം കഴിക്കുന്നു, എനർജിക്കെന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ഞാനത് ചോദിക്കട്ടെ, അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ ആരാണ് എൻ്റെയും നിങ്ങളുടെയും ഈ ഹാർട്ട് ബീറ്റിനെ ഒന്ന് തട്ടിവിട്ടത്? സ്തോത്രം. അതാരാണ് തുടങ്ങിവിട്ടത്? നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാനൊന്ന് പറയാം,
ഞാൻ അറിയുന്നതിന് മുമ്പ്, ദൈവവചനം പറയുന്നത് പോലെ ഞാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ, ഞാനൊരു പിണ്ണാകാരമായിരുന്നപ്പോൾ, അതിനകത്തൊരു കൊച്ചു ഹൃദയത്തിൻ്റെ മിടിപ്പ് വെച്ച് എൻ്റെ ദൈവം അവിടെ നിന്ന് എന്നെ സൃഷ്ടിച്ചപ്പോൾ മുതൽ ഈ ആയുസിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിൽ 50, 60, 70, 80 വയസ്സുവരെയും എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്നുവരെ ആ ഇടുപ്പ് നിൽക്കാതെ, ആ ഇടുപ്പ് നിൽക്കാതെ, ആ പൾസ് നിൽക്കാതെ, ആ ബീറ്റ് നിൽക്കാതെ ഇതുവരെ കരുതിയെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ നിത്യശക്തി എത്ര വലുതാ. ഗ്ലോറി ടു ദ ലോർഡ്. സ്തോത്രം. ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? നീ എന്നെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ അദൃശ്യ ലക്ഷണമായ എൻ്റെ ഇറ്റേണൽ പവർ നീ ഒന്ന് അനുഭവിച്ചറിയണം. ഞാൻ വന്ന് നിന്നെ കൈകൊണ്ട് തൊട്ടിട്ടല്ല, ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ഈ ഭൂമിയിൽ ഓരോ ദിവസവും രാവിലെ നിന്നെ എഴുന്നേൽപ്പിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നിനക്കറിയാമോ, നീ ജനിക്കുന്നതിന് മുമ്പ് മുതൽ എൻ്റെ കരം നിൻ്റെ കൂടെയുണ്ട്. ലോകത്തിൽ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ജനമുണ്ടായാലും ആദ്യവും അന്തവുമില്ലാത്ത ദൈവം പറയുന്നു, എൻ്റെ നിത്യശക്തിയാണ് നിന്നെ നിലനിർത്തുന്നത്. ഈ നിത്യശക്തിയെ തിരിച്ചറിയാൻ ഈ ലോകത്തിൽ ഏതെങ്കിലും നോർമൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പ്രഭാതം കാണുമ്പോൾ ദൈവത്തെ സ്തുതിക്കും. അവൻ എഴുന്നേറ്റൊരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ദൈവത്തിന് നന്ദി കൊടുക്കും. അവനൊരു ഭക്ഷണത്തിൻ്റെ തലപ്പ് കാണുമ്പോൾ ആമേനെന്ന് പറയും. അവൻ്റെ ജീവിതത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ യഹോവ തന്നെന്നവൻ പറയും. ഈ പ്രഭാതത്തിൽ എൻ്റേതല്ല, ഈ നിത്യശക്തിയുടേതാണ് ഇതെല്ലാം എന്ന് പറയാൻ കഴിയുന്ന ഈ ആരാധനയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നവരോട് ഇന്ന് പകൽക്കാലം ഞാനൊന്ന് വിളിച്ചു പറയട്ടെ, ഇതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് പറയാൻ ഇന്ന് പകൽക്കാലം കഴിയുന്നവർ എത്ര പേരുണ്ട്? ഗ്ലോറി ടു ദ ലോർഡ്. നീ കാണാത്ത മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ് ദൈവശക്തി. നിങ്ങളെ പലരെയും ഞാൻ കാണുന്നില്ല, എന്നാൽ ഇന്ന് പകൽക്കാലം ഒന്ന് വിശ്വസിക്കാമോ? പൗലോസ് പറയുന്നു, ഭക്തനെന്നോ അഭക്തനെന്നോ നോക്കാതെ, അല്ല, ഭക്തനെന്നോ സാധാരണ മനുഷ്യനെന്നോ എന്ന് നോക്കാതെ സകലരുടെ മേലും തൻ്റെ അദൃശ്യമായ നിത്യശക്തി പ്രവഹിപ്പിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം എന്നോട് നിങ്ങളോട് പറയുന്നു, നീ ഇരിക്കുന്ന ഇടത്ത് എൻ്റെ ശക്തി നിനക്ക് വേണ്ടി തരാൻ ഞാൻ തയ്യാറാ. ആദിയും അന്തവുമില്ലാത്തവൻ പറയുന്നു, എൻ്റെ ശക്തി നിനക്ക് വേണ്ടി പ്രവഹിപ്പിക്കുവാൻ ഞാൻ തയ്യാറാ. ദൈവത്തിൻ്റെ നിത്യശക്തി കാലങ്ങളും തലമുറകളും മാറിയാലും അത് മാറാത്തതല്ല, അത് മാറുന്നതല്ല, അത് ക്ഷയിക്കുന്നതല്ല. ദൈവത്തിൻ്റെ ശക്തി അത് നിലനിൽക്കുന്നതാണ്. എന്നെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്ന് ദൈവത്തോട് ആമേൻ പറഞ്ഞോണം. എന്നു മുതൽ എൻ്റെ ജീവിതം ആരംഭിച്ചോ? ഞാൻ അറിയുന്നതിന് മുമ്പ്, എത്രയോ മുമ്പ്, എൻ്റെ മാതാപിതാക്കൾ അറിയുന്നതിന് എത്രയോ മുമ്പ്, എൻ്റെ സഹോദരങ്ങൾ അറിയുന്നതിന് എത്രയോ മുമ്പ് എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എനിക്ക് വേണ്ടി തന്നു. ഇതിനെ മറക്കുന്നത് അനീതിയാണെന്ന് ഓർത്തോണം. ഈ ദൈവത്തിൻ്റെ നിത്യശക്തിയെ മറക്കുന്നത് അനീതിയാണ്. രണ്ടാമത്തെ കാര്യം ദൈവം പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ രണ്ടാമത്തെ പദം ദിവ്യത്വം, ഡിവൈൻ നേച്ചർ എന്നാണ് രണ്ടാമത്തെ പദം കാണുന്നത്. അതാണ് ദൈവത്തിൻ്റെ ദിവ്യത്വം എന്നാണ് മലയാളത്തിൽ അതിന് പറഞ്ഞിരിക്കുന്നത്. ദൈവം ദൈവമായിരിക്കുന്നതാണ് അവൻ്റെ ദൈവത്വം. ഒന്നുകൂടി പറഞ്ഞാൽ, മനുഷ്യൻ്റെ ദൈവം മനുഷ്യനല്ല, സൃഷ്ടികളിൽ ഒന്നല്ല, മറിച്ച് ദൈവം ദൈവമാണ്. അവൻ്റെ സ്വഭാവം, സ്വർഗീയ സ്വഭാവം മാറ്റാൻ ആർക്കും കഴിയത്തില്ല. അവൻ്റെ വിശുദ്ധിയെ മാറ്റാൻ, അവൻ്റെ നീതിയെ മാറ്റാൻ എനിക്കും നിങ്ങൾക്കും കഴിയത്തില്ല. അവിടെ പറയുമ്പോൾ ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ച് ഞാൻ പറയാം. നമ്മുടെ വിശുദ്ധിക്കൊക്കെ മാറ്റം വരും. ഈ അടുത്ത സമയങ്ങളിലൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ തുടക്ക കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ദൈവത്തെയൊക്കെ അറിഞ്ഞ് വേർപെട്ട് ജീവിച്ച ദൈവമക്കൾ എന്തോ ചെയ്യുമായിരുന്നെന്ന് ചോദിച്ചാൽ, അവർ
മദ്യഷാപ്പിൻ്റെ അടുത്ത് വന്നാൽ തല തിരിച്ച് നടന്നു പോകുമായിരുന്നു. അവർ ചാരായക്കട എന്നൊക്കെ നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ, അവർ അറാക്കെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അറാക്കെന്നല്ല ചാരായക്കട എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ തല തിരിച്ച് സ്തോത്രം സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു പോകുമായിരുന്നു. കുറേ കഴിഞ്ഞപ്പം നോൺ ആൽക്കഹോളിക്കായിട്ടുള്ള ഡ്രിങ്ക്സൊക്കെ വന്നു തുടങ്ങി. അത് വലിയ കുഴപ്പമില്ലാതെ അത് കുടിക്കാൻ തുടങ്ങി. പിന്നെ നോക്കിയപ്പോൾ നമുക്കെല്ലാവർക്കും ഈ എന്തെങ്കിലും ഇത് കിട്ടുന്ന ഉടനെ ഇതിൻ്റെ പുറത്ത് നോക്കിയാൽ എത്ര % ഉണ്ടെന്നറിയാം. അത് കഴിഞ്ഞപ്പോൾ തണുപ്പ് രാജ്യത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, നമ്മുടെ കാനഡ അല്ല വേറെ രാജ്യം, തണുപ്പ് രാജ്യത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അല്പം ചൂടാക്കാൻ % എത്ര ഉണ്ടെന്ന് അളക്കാൻ തുടങ്ങി. പിന്നെ തണുപ്പ് കൂടിക്കൂടി വരുമ്പോൾ % നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് വലിയ വിശുദ്ധിയുടെ മാനദണ്ഡമാണെന്ന് തോന്നിയിരുന്നത് സോഷ്യൽ ഡ്രിങ്കിങ്ങിൻ്റെ ഭാഗമായി. സ്തോത്രം. ഇങ്ങനെ ഒരു സമൂഹം പലയിടങ്ങളിലും വന്നു തുടങ്ങി. ഞാൻ നിങ്ങൾ തന്നെ കർത്താവിനോടൊന്ന് ചോദിച്ച, കർത്താവേ എത്ര % വരെ ആൽക്കഹോൾ ഉപയോഗിക്കാമെന്ന്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവം തമ്പുരാൻ പറഞ്ഞു തരുന്ന എത്ര % നോക്കിയിട്ട് അത്ര ഉപയോഗിച്ചു, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതും വേറെ ആരും പറഞ്ഞത് ഉപയോഗിക്കരുത്. മറിച്ച് കർത്താവിനോട് ചോദിച്ചിട്ട് ദൈവം പറയാം, മോനെ നീ ഇത്ര % വെച്ച് നീ ഉപയോഗിച്ചു, തണുപ്പ് രാജ്യത്തായതുകൊണ്ടെന്നോ ഏതെങ്കിലും പറയുവാണെങ്കിൽ ഉപയോഗിച്ചു. വിശുദ്ധിയുടെ മാനദണ്ഡം മാറ്റിയത് ദൈവമാണോ നീയാണോ? ഏതുവരെ നിനക്ക് പോകാമെന്നുള്ളത് നീ അറിയണം. നീ ഏത് ഭാഗം വരെ പോകാമെന്നുള്ളത് ദൈവത്തിന് ഇമ്മ്യൂട്ടബിളാണ്. ദൈവത്തിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ദൈവത്തിൻ്റെ വിശുദ്ധിക്കൊരു മാറ്റവും വന്നിട്ടില്ല. ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കൊരു മാറ്റവും വന്നിട്ടില്ല. അവൻ്റെ ദിവ്യത്വം നീ തിരിച്ചറിഞ്ഞവനാണെന്ന് ഓർത്തോണം. ദൈവത്തിൻ്റെ സ്വഭാവത്തെ അറിഞ്ഞ ദൈവമക്കൾ ക്രിസ്തുവാകുന്ന തലയോളം വളരേണ്ടവരാ. സ്തോത്രം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ദൈവമക്കൾ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം ലഭിച്ച ദൈവമക്കൾ, അവരുടെ വിശുദ്ധിയുടെ മാനദണ്ഡം ദൈവത്തിൻ്റെ നേച്ചറാണ്. പലരും ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഇതിനെന്തെങ്കിലും തെറ്റുണ്ടോ, ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്ക് തുറന്ന് ഒരൊറ്റ മറുപടിയേ പറയാനുള്ളൂ. നിങ്ങൾ കുഴപ്പമുണ്ടോ എന്നൊരു പാസ്റ്ററോട് ചോദിക്കുന്നതിന് മുമ്പേ ദൈവത്തോടങ്ങ് ചോദിക്കണം. അത് കഴിക്കാമോ, ഇത് കുടിക്കാമോ, അത് ചെയ്യാമോ, ഇത് ചെയ്യാതിരിക്കാമോ എന്നൊക്കെ സഭയിലെ പാസ്റ്ററോട് ചോദിക്കുന്നതിനേക്കാളും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രവാചകനോട് ചോദിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ. വിശ്വാസമുള്ളവർക്കറിയാം നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ അടുത്തുണ്ടല്ലോ. ആരും കേൾക്കാതെ ചോദിക്കാൻ പറ്റുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ, അത് ദൈവമാണ്. ദൈവമേ, നിൻ്റെ ദിവ്യത്വത്തിന് എന്തെങ്കിലും, നിൻ്റെ ഡിവൈൻ നേച്ചറിന് ഞാൻ മാറുന്ന രാജ്യങ്ങൾക്കനുസരിച്ചും എൻ്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ചും മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്ന് ദൈവത്തോട് ചോദിച്ച് ദൈവം തരുന്ന മറുപടിക്ക് ഒത്തവണ്ണം ജീവിച്ചു. ഞാൻ ഒരു കാര്യം പറയാം, കർത്താവിൻ്റെ ദിവ്യ സ്വഭാവം അദൃശ്യ മണ്ഡലങ്ങളിലാണെങ്കിലും ആ ദിവ്യ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല. 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലോക സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവത്തിൻ്റെ നിത്യശക്തിക്ക് മാറ്റമില്ല, അത് സകല മനുഷ്യനും അറിയാം. 2, ദൈവത്തിൻ്റെ ദൈവത്വത്തിന് മാറ്റമില്ല, ഡിവൈൻ നേച്ചറിന് മാറ്റമില്ല. ഇതിന് 2നും മാറ്റമില്ലെങ്കിൽ ഞാനും നിങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും അവൻ്റെ ശക്തി അനുഭവിക്കുന്നവരല്ലേ? ഞാനും നിങ്ങളും അവൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ കുറച്ച് കാണരുത്, ദൈവിക സ്വഭാവത്തിൽ വിട്ടുമാറരുത്. ഒരു കോംപ്രമൈസിൻ്റെ ലോകത്തിൻ്റെ അകത്ത് ആരൊക്കെ എന്നെ കേൾക്കുന്നെങ്കിലും ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, കർത്താവേ, അങ്ങയുടെ ദിവ്യ സ്വഭാവത്തിനൊരു കുറവ് വരുത്തുന്ന ഒന്നിലും ജീവിപ്പാൻ എനിക്കിടവരരുത്. അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചര്യയായി, ഒരു ഭാഗമായി മാറ്റാൻ കൃപ തരണേ. സ്തോത്രം. ഇനിയും എന്തിനു വേണ്ടിയാണ്
ഈ നിത്യശക്തിയും ദൈവത്വവും ദൈവം വെളിപ്പെടുത്തി തരുന്നത് എന്ന് ഈ 20-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ ഈ നിത്യശക്തിയും ദൈവത്തിൻ്റെ സ്വഭാവവും മനുഷ്യന് വെളിപ്പെടുത്തി തന്നത്? 20-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതിന്, അവൻ്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി അടുത്ത ഭാഗം ലാസ്റ്റ് വാക്ക് നോക്കിയാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. നോ എക്സ്ക്യൂസ് എന്നാ ചിലയിടത്ത് കാണുന്നത്. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന്. അയ്യോ, ഞാൻ ഭക്തൻ പറയുക, ഞാൻ ന്യായപ്രമാണം പ്രാപിച്ചവനായതുകൊണ്ട് നിൻ്റെ നിത്യശക്തിയെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ലായിരുന്നു, നിൻ്റെ ദിവ്യ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നെന്ന് പറഞ്ഞ് ന്യായപ്രമാണം കിട്ടിയ ഒരു യഹൂദന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഒരു സാധാരണ മനുഷ്യൻ, അവൻ നീതി ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അവൻ പറയുക, ദൈവമേ, എനിക്ക് ഈ നിത്യ സ്വഭാവത്തെക്കുറിച്ചും അല്ലെങ്കിൽ നിത്യശക്തിയെക്കുറിച്ചും അങ്ങയുടെ ഈ ദിവ്യ സ്വഭാവത്തെക്കുറിച്ചും എനിക്ക് വലിയ അറിവില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിച്ചു എന്ന് പറഞ്ഞ് ആരും രക്ഷപ്പെടാനൊക്കത്തില്ല. അതുതന്നെയാണ് അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിനെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാ. എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ, നീ എഴുന്നേറ്റ് നീ ദൈവത്തെ അറിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, നിനക്ക് ദൈവത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിലും നിനക്ക് അദൃശ്യമായി നീ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്നു വരെ നീ കണ്ടിട്ടില്ലാത്ത ഒരു ഹൃദയം നിൻ്റേത് ഇടിച്ചുകൊണ്ടിരിക്കുക. അത് ഇടിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് പറയാൻ പറ്റുമോ ഈ നിത്യശക്തി ഇല്ലെന്ന്? ഗ്ലോറി ടു ദ ലോർഡ്. എന്തിനധികം പറയുന്നു? നമുക്കറിയാം, ഈ മഞ്ഞാകുന്നതിന് മുമ്പേ ഇത് വെള്ളമായിരുന്നു. ഒരിച്ചിര ദൈവത്തിൻ്റെ ശക്തി ഒരു വ്യത്യാസം വരുത്തിയാൽ ഈ മഞ്ഞായിട്ട് തന്നെ അങ്ങ് കിടന്നാൽ വെള്ളം ജീവിതത്തിൽ നമുക്ക് കുടിക്കാൻ പറ്റുമോ? ടെമ്പറേച്ചറിനെ പോലെ ക്രമീകരിച്ച് നിൽക്കുന്ന ഈ ദൈവത്തിൻ്റെ ശക്തിയെ നിഷേധിക്കാൻ പറ്റൂ? ഗ്ലോറി ടു ദ ലോർഡ്. ഞാനും നിങ്ങളും അറിയാതെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തെ ഓരോ പ്രവർത്തനങ്ങളെയും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു പദമാണ് പറയുന്നത്, ഈ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ എത്ര സ്ക്രൂ ആരൊക്കെ ഇട്ടിട്ടുണ്ട്? കാൽ ഒടിഞ്ഞെടുത്ത അസ്ഥി മൂട്ടി വെക്കാൻ വേണ്ടി സ്ക്രൂ ഇട്ടെന്ന് വരും. ഒരൊറ്റ സ്ക്രൂവിൻ്റെ നട്ടും ബോൾട്ടും ഇട്ടാൽ ഇതൊന്നും നിർത്തിയിരിക്കുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ വാരി കുറച്ച് കുടലും കുറച്ച് ഞരമ്പും എല്ലാം കൂടെ അകത്തിട്ടേക്കുന്നത് പോലെ ഇതകത്ത് കിടക്കുക. ഇത് ഒരെണ്ണ സ്ഥാനമാറ്റം സംഭവിക്കാതെ, ഒരെണ്ണത്തിനും ചലനം സംഭവിക്കാതെ ഇന്ന് വരെ നിന്നെ കരുതിയ ദൈവമുണ്ടെങ്കിൽ, നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിലും അല്ലെങ്കിലും ഇന്ന് നിനക്ക് ദൈവത്തിൻ്റെ നിത്യശക്തി ഓർത്ത് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? ഗ്ലോറി ടു ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അമ്മയുടെ ഉദരത്തിൽ 9 മാസമായിരിക്കണമെന്ന് ദൈവം നിർണയിച്ചതാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തുന്നത് വരെ ഒരു ഡോക്ടറല്ല നിന്നെ അകത്തിട്ടത്, സ്വർഗത്തിലെ ദൈവമാണ്. അതിൻ്റെ പുറത്തു നിന്ന് വന്നപ്പോൾ നീ ആദ്യം നിരങ്ങി നടന്നെങ്കിൽ, നീ മലർന്നു കിടന്ന് അമ്മ എന്ന് പറഞ്ഞ് ഒന്നും പറയാനറിയാതെ കരഞ്ഞെങ്കിൽ, ഓരോ പടികളിലും സ്റ്റെപ്പായി നിന്നെ വളർത്തിക്കൊണ്ട് വന്ന് ഇന്ന് ഓടാനും ചാടാനും ആരോഗ്യത്തോടെ ബലത്തോടെ നിൽക്കാനും വാഹനങ്ങൾ ഓടിക്കാനും ആകാശത്തോടെ പറക്കാനും ഭക്ഷിക്കാനും ഒക്കെ കൃപ തന്ന ഈ ദൈവത്തിൻ്റെ നിത്യശക്തി ഇനിയും നിനക്ക് കാണേണ്ട കാര്യമില്ല. നീ അത് അനുഭവിക്കുന്നതാകയാൽ ഈ നിത്യശക്തി ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിനക്കൊരു പ്രതിവാദത്തിന് കാരണമില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ വിശുദ്ധി. ശക്തി മാത്രമല്ല, ദൈവത്തിൻ്റെ സ്വഭാവമുണ്ട് കേട്ടോ. പലർക്കും എന്തോ വേണമെന്നറിയാം, കർത്താവേ നിൻ്റെ ശക്തി ഈ വിഷയത്തിലൊന്ന് തരണേ, നിൻ്റെ ശക്തി ഒന്ന് പ്രവർത്തിക്കണേ എന്ന് പറയും. പക്ഷേ എന്തോ ഇല്ലെന്നറിയാമോ? അവൻ്റെ സ്വഭാവത്തിൻ്റെ അകത്തെ വിശുദ്ധിയില്ല. ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുന്നവന് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വിശുദ്ധി ഉണ്ടായിരിക്കണം. ഒന്നുകൂടി ഞാൻ എടുത്തു പറഞ്ഞാൽ, ക്രിസ്തു നമുക്ക് തന്ന ശക്തി മാത്രമല്ല, ശുദ്ധിയും നമ്മുടെ ജീവിതത്തിലുണ്ടാവണം, വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. എന്തിനാണ് ഇത് വെളിപ്പെടുത്തി തന്നതെന്ന് ചോദിച്ചാൽ, മനുഷ്യജാതിക്ക് മൊത്തം കർത്താവ് ഈ നിത്യശക്തിയും ദൈവത്വവും വെളിപ്പെടുത്തി തന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ എനിക്ക് അറിയത്തില്ലായിരുന്നെന്ന് പറയാൻ
ആർക്കും പറ്റാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത് രണ്ടും ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്നറിയാമോ? 1:16, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ദൈവത്തിൻ്റെ നിത്യശക്തിയെയും ദൈവത്തിൻ്റെ സ്വഭാവത്തെയും തിരിച്ചറിഞ്ഞവന് എന്ത് ചെയ്യണമെന്നറിയാമോ? അവന് വെളിപ്പാട് പ്രാപിച്ചവനൊരു ഉത്തരവാദിത്വമുണ്ട്. ദൈവശക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ നിത്യശക്തിയെക്കുറിച്ചും അതുപോലെ തന്നെ ദൈവിക സ്വഭാവത്തെക്കുറിച്ചും തിരിച്ചറിഞ്ഞവന് ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് യഹൂദനായാലും യവനനായാലും അവൻ എന്ത് ചെയ്യണമെന്നറിയാമോ? അവൻ്റെ ജീവിതത്തിൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ് നല്ല വിശേഷം. അപ്പോൾ സുവിശേഷം യഹൂദനായാലും കൊള്ളാം യവനനായാലും കൊള്ളാം, അത് നിത്യരക്ഷയ്ക്കായി അല്ലെ രക്ഷയ്ക്കായി അവനെ വളർത്തുന്ന ശക്തിയാണെന്നറിഞ്ഞ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. സ്തോത്രം. യഹൂദനാണ് എന്ന് പറഞ്ഞ് അവന് രക്ഷ വേണ്ട എന്നർത്ഥമില്ല. യഹൂദൻ ന്യായപ്രമാണമുള്ളപ്പോൾ അവൻ അവകാശപ്പെട്ടുകൊണ്ടിരുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ പ്രത്യേകമായി ജനിച്ച വിളിക്കപ്പെട്ട ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ രക്ഷ, യേശുക്രിസ്തു എന്ന ഒരാളും വേണ്ട, യേശുക്രിസ്തു എന്ന ഒരു രക്ഷയും വേണ്ട, ഞങ്ങൾക്ക് ന്യായപ്രമാണം ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് മതിയെന്ന് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? നീ ഭൂമിക്കകത്തൊരു ഭക്തൻ. ഞാൻ അവരെ ഇങ്ങനെ വിളിക്കാൻ താല്പര്യപ്പെടുകയാണ്. 18-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഭക്തി, അഭക്തി എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഞാനൊന്ന് വിശദീകരിച്ച് തരാം. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ, ഭക്തനായി ജീവിക്കുന്നെന്നാണ് ഈ ഇസ്രായേലിൻ വിചാരിച്ചിരിക്കുന്നത്, അല്ലെ യഹൂദൻ വിചാരിച്ചിരിക്കുന്നത്. അവനോട് ദൈവം പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ വാഗ്ദത്തം ചെയ്ത മെശിഹായായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അവനാണ് സുവിശേഷം, അവനെക്കുറിച്ച് പറയുന്നതാണ് നല്ല വിശേഷം. ആ യേശുവില്ലാതെ ഒരു രക്ഷ ജീവിതത്തിൽ ആർക്കും പ്രാപിക്കാനൊക്കത്തില്ല. രക്ഷയിലേക്ക് നയിക്കുന്ന ശക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെ ഭക്തനെന്ന് പറഞ്ഞ് ന്യായപ്രമാണമുണ്ടെന്ന് പറഞ്ഞ് ജീവിക്കുന്ന യഹൂദൻ അവൻ്റെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, അവൻ യേശുവിനെ വിശ്വസിച്ച് രക്ഷകനായി അംഗീകരിക്കണം. എന്നെ ഏതെങ്കിലും സ്ഥലത്തിരുന്ന് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം പറയാം. എൻ്റെ അപ്പൻ മർത്തോമാക്കാരനായിരുന്നെന്നോ യാക്കോബക്കാരനായിരുന്നെന്നോ പെന്തക്കോസ്തുകാരനായിരുന്നെന്നോ കത്തോലിക്കനായിരുന്നെന്നോ ഞങ്ങളുടെ കുടുംബക്കാർക്ക് പള്ളി ഉണ്ടായിരുന്നെന്നോ ഞാൻ IPCക്കാരനായിരുന്നെന്നോ ഷാരോങ്കാരനായിരുന്നെന്നോ ചർച്ച് ഓഫ് ഗോഡുകാരനായിരുന്നെന്നോ ന്യൂ ഇന്ത്യക്കാരനാണെന്നോ സ്വതന്ത്രനാണെന്നോ പറഞ്ഞിട്ട് നീ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിനകത്ത് ഈ ശക്തിയിലൂടെ നിനക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയുകയില്ല. സ്വർഗരാജ്യം ഒരാൾക്ക് അവകാശമാക്കണമെങ്കിൽ ഇവിടെ പറഞ്ഞത് എന്താണെന്നറിയാമോ? ന്യായപ്രമാണം കിട്ടിയതുകൊണ്ട് ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. ന്യായപ്രമാണം കിട്ടിയതല്ല കാര്യം, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. ഒത്തിരി പേരിന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതെ സ്നാനപ്പെടുന്നവരുണ്ട്. സ്നാനപ്പെട്ട് കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കുക എന്തിനാണ് സ്നാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞുകൊണ്ടങ്ങ് സ്നാനപ്പെട്ടാന്നാണ് പലരും പറയുന്നത്. പക്ഷെ ഒരു സത്യം പറയാം, പെന്തക്കോസുകാരൻ്റെ അനന്തരതലമുറയ്ക്ക് ഇത് കൂടുതൽ അറിയാത്ത എന്തിനാണ് സ്നാനപ്പെട്ടതെന്ന്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സത്യം പറയാം, യേശുവിനെ അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങളായ നിത്യശക്തിയും അവൻ്റേതായ ഡിവൈൻ നേച്ചർ, സ്വർഗീയ സ്വഭാവം, ദൈവത്വവും അനുഭവിച്ചറിഞ്ഞ ഒരാൾ, അത് യഹൂദനായാലും വേണ്ടില്ല, അവൻ യവനനായാലും വേണ്ടില്ല, അവൻ രക്ഷയ്ക്കായി വളർത്തുന്ന ശക്തി അല്ലെ രക്ഷ തരുന്ന ശക്തിയായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. ഇനിയും ഈ യഹൂദൻ്റെ കാറ്റഗറിയിൽ വരാത്ത ഒരുത്തനെയാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, അവനൊരു നീതിയോടെ ജീവിക്കുന്ന മനുഷ്യനാണ്.
നമ്മുടെ ഇടയിൽ തന്നെ ഒരു പറച്ചിലുണ്ടല്ലോ, കർത്താവിനെ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പെന്തക്കോസുകാരനായാലും കുഴപ്പമില്ല, രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നേരെ ചൊവ്വേ നല്ല കാര്യം ചെയ്ത് നീതിപ്രവൃത്തിയൊക്കെ ചെയ്ത് അങ്ങ് ജീവിച്ചേച്ചാൽ മതി, അങ്ങനെയാണെങ്കിൽ അങ്ങ് സ്വർഗത്തിൽ പോകാവുന്നു. നീതി ചെയ്തു കഴിഞ്ഞാൽ അങ്ങ് സ്വർഗത്തിൽ പോകാമെന്ന് നമ്മുടെ ഇടയിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ വ്യക്തമാക്കി തരാം. ഒന്ന്, ഈ 16-ാം വാക്യം നിങ്ങൾ 18-ാം വാക്യം വായിച്ചാൽ 2 പദപ്രയോഗങ്ങൾ അവിടെ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന് വായിക്കാവോ? 18-ാം വാക്യം. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും. മനുഷ്യരുടെ സകല അഭക്തി, പിന്നെ അനീതിക്കും. അനീതി. 2 ഭാഗങ്ങൾ, 2 പദപ്രയോഗങ്ങളാണ് കണ്ടത്. അൺഗോഡ്ലിനെസ് ആൻഡ് അൺറൈച്ചസ്നെസ്. അഭക്തിയും അനീതിയും. നമുക്കതൊന്ന് ഡൈസെക്റ്റ് ചെയ്തൊന്ന് ചിന്തിച്ച് നോക്കാം. ഈ അഭക്തി, ആരാണ് ഈ അഭക്തി ചെയ്യുന്നത്? ഒരു സാധാരണ മനുഷ്യനാണോ അഭക്തി ചെയ്യുന്നത്? ശ്രദ്ധിച്ച് നോക്കൂ. ആർക്കേ ഭക്തികേട് ചെയ്യാൻ ആർക്കേ പറ്റത്തുള്ളൂ? ഭക്തനായിരിക്കുന്ന ആൾക്ക് മാത്രമേ ഭക്തികേട് ചെയ്യാൻ പറ്റൂ, അല്ലയോ? ഭക്തനാണെന്ന് പറയുന്ന ഒരാളിന് മാത്രമേ ഭക്തികേട് ചെയ്യാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. അവൻ പറയുക, എനിക്ക് ന്യായപ്രമാണമുണ്ട്, ഞാൻ ഭക്തിയോടെ ജീവിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് യേശുവിനോടുള്ള രക്ഷ ഇല്ലെങ്കിലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവനോട് ദൈവം പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? മനുഷ്യരുടെ സകല അഭക്തി, അൺഗോഡ്ലിനെസ്. ദൈവത്തിനെ ഭക്തനായി ജീവിക്കുമ്പം തന്നെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഇതേ ഉള്ളൂ, നമ്മളൊരു ദൈവപൈതലായിരിക്കുമ്പം തന്നെ ഭക്തനായി ജീവിക്കണമെന്ന് നമുക്കറിയാം, വിശുദ്ധിയോടെ ജീവിക്കണമെന്നറിയാം. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരുവൻ ഭക്തികേട് കാണിച്ചാൽ, വിശുദ്ധമല്ലാത്ത ജീവിതം കാണിച്ചാൽ, ഇവിടെ പറഞ്ഞു തന്നറിയോ? സ്വർഗത്തിൽ നിന്നുമുള്ള ദൈവത്തിൻ്റെ കോപം അവൻ്റെ നേരെ വെളിപ്പെട്ടു വരുന്നു. ഈ പദം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? വളരെ സീരിയസ് ആ ഭാഗം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കോപം ആരുടെ നേരെ വെളിപ്പെട്ടു വരുന്ന? ഒന്നാമത് പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? അഭക്തനായ വ്യക്തിക്ക് നേരെ വെളിപ്പെട്ടു വരുന്നു. രണ്ടാമത്തേത് ആരുടെ നേരെ വെളിപ്പെട്ടു വരുന്നതെന്നറിയാമോ? അനീതി. അതല്ലേ ആ പദപ്രയോഗത്തിൽ കാണുന്നത്, 18-ാം വാക്യത്തിൽ കാണുന്നത് അങ്ങനല്ലേ? അനീതി ചെയ്യുന്നവൻ്റെ മേലും എന്തോ വരുന്നെന്നാ? ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കോപം വെളിപ്പെട്ടു വരുന്ന, അഥവാ ദൈവത്തിൻ്റെ അവിടെ ദൈവത്തിൻ്റെ കോപം വെളിപ്പെട്ടു വരുന്ന 2 വിഭാഗങ്ങളാണ് കണ്ടത്. ഒന്ന് അഭക്തൻ, 2 അനീതി ചെയ്യുന്നവൻ. അൺറൈച്ചസ്നെസ് ആൻഡ് അൺഗോഡ്ലിനെസ്. അഭക്തിയും അതുപോലെ തന്നെ അനീതിയും. അഭക്തി ചെയ്യുന്നത് ഭക്തനെന്ന് പറയുന്നവന് മാത്രമേ ഭക്തികേട് കാണിക്കാനൊക്കത്തുള്ളൂ. അനീതി കാണിക്കുന്നത് ഒരു നീതിമാനായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ അനീതി ചെയ്യാനും പറ്റത്തുള്ളൂ. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കിയേ. ഭക്തനായിരുന്നിട്ട് ഭക്തികേട് കാണിക്കുന്നവനും നീതിമാനായിരുന്നിട്ട് നീതികേട് കാണിക്കുന്നവനും. ഒന്നുകൂടി വേണം ഞാനത് വിശദീകരിച്ചേക്കാം. ഭക്തനായിരുന്നിട്ട് ഭക്തികേട് കാണിക്കുന്നവനും നീതിമാനായിരുന്നിട്ട് നീതികേട് കാണിക്കുന്നവനും, അവർക്ക് 2 പേർക്കും നേരെ എന്തോ വരുമെന്ന് എഴുതിയിരിക്കുന്നതെന്നറിയാമോ? ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. സ്തോത്രം. അപ്പൊ ഭക്തനാണെന്ന് പറഞ്ഞിട്ട് ഭക്തികേട് കാണിക്കുന്നവനും നീതിമാനായിരുന്നിട്ട് ദൈവത്തെ അറിഞ്ഞില്ലെങ്കിലും നീതികേട് കാണിക്കുന്നവനും, അവരുടെ 2 പേരുടെ നേരെയും മനുഷ്യൻ്റെ മധ്യസ്ഥതയൊന്നും അണച്ചാൽ കാര്യമില്ല, സ്വർഗത്തിൽ നിന്നാണ് അവർക്ക് നേരെ കോപം വെളിപ്പെട്ടു വരുന്നത്. ഇതെന്താ ചൂണ്ടിക്കാണിക്കുന്നത്? രക്ഷിക്കപ്പെട്ട ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഭക്തൻ എന്ന് അവനെക്കുറിച്ച് വിളിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഭക്തനാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം കൈ കിട്ടിയപ്പോൾ അവൻ ഭക്തനാണ്. പക്ഷെ എവിടെയാണ് പ്രശ്നമെന്നറിയാമോ? ദൈവം എൻ്റേതാണെന്ന് പറഞ്ഞിട്ടാണ് യഹൂദൻ ചെയ്ത ഭക്തികേട് മുഴുവൻ.
വരുവാനുള്ള മെശിഹയെ കാത്തിരിക്കാൻ അവർ തയ്യാറായില്ല, തിരിച്ചറിയാൻ പറ്റിയില്ല. പലപ്പോഴും ഒരു വാക്കുകളിലൂടെ ഈ മെശിഹയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇനി ഒരുവനെ കാത്തിരിക്കണമെന്ന് അവർ ചോദിച്ചത്. അവരുടെ പ്രസംഗങ്ങളിലും പാട്ടുകളിലും ഒക്കെ ഒരു മെശിഹായെക്കുറിച്ച് അവർ കണ്ടതും കേട്ടതുമല്ലേ. ഇന്ന് നമ്മൾ പാടുമ്പോഴും ഓർത്തോണം, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചൊക്കെ നമ്മൾ പാടുമ്പോഴും നമ്മുടെ ഭക്തിയുടെ അകത്ത് നമ്മൾ നിൽക്കുമ്പോഴും നമ്മളിത് പറയുമ്പോഴും ഓർത്തോണം, നമ്മുടെ കർത്താവിൻ്റെ വരവ് സമീപമായിരിക്കുമ്പോൾ ദൈവമക്കൾ ഓർത്തോണം, യേശുവിനെ അംഗീകരിക്കാത്ത ഒരുവനും ഈ ഭൂമിയിൽ നിന്ന് നിത്യതയിൽ കടക്കാൻ കഴിയത്തില്ല. യേശു ക്രിസ്തുവിനെ അറിയുന്നവൻ രക്ഷിക്കപ്പെട്ടവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രക്ഷിക്കപ്പെട്ടവനായിരിക്കണം, 2 ഭക്തിയോടെ ജീവിക്കുന്നവനായിരിക്കണം. അതുപോലെ തന്നെ ഒരു സാധാരണ മനുഷ്യൻ എനിക്കിതൊന്നും അറിയത്തില്ലെന്നും പറഞ്ഞ് മുന്നോട്ട് പോകാനൊക്കത്തില്ല. അവൻ എന്താണെന്നറിയാമോ? നീ പറഞ്ഞാലും ഇല്ലെങ്കിലും നീ അറിഞ്ഞാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ സ്വഭാവം ഓരോ നിമിഷവും നീ അനുഭവിച്ചറിയുന്നതാണ്. ഞാനിതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നൊരു ചിന്ത, നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ സ്വഭാവം മാറത്തില്ലേ? നമ്മുടെ സഹോദരങ്ങളുടെ സ്വഭാവം മാറത്തില്ലേ? സ്തോത്രം. നമ്മുടെ കൂടെ നടക്കുന്ന ഒരു സ്വഭാവം നിൽക്കുന്ന നിപ്പി മാറത്തില്ലേ? ഭാര്യയുടെ സ്വഭാവം മാറത്തില്ലേ? ഭർത്താവിൻ്റെ സ്വഭാവം മാറത്തില്ലേ? പക്ഷെ ഒരിക്കൽ പോലും മാറാത്ത ഒരു നിത്യ സ്വഭാവമുള്ളവൻ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവമാണ്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഇരിക്കുന്ന ഇടങ്ങളിൽ ആമേൻ പറയാവുന്നവരുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്വഭാവം മാറുന്നതല്ല. താങ്ക് യു ഫാദർ, വി പ്രൈസ് യു ലോർഡ്. എന്നെ സ്നേഹിക്കുന്ന ആ സ്വഭാവത്തിന് ഇന്ന് വരെ ഒരു കുറവ് വന്നിട്ടില്ലെന്ന് നിങ്ങളിരിക്കുന്ന ഇടത്തിൽ സന്തോഷത്തോടെ ഓർത്ത് ദൈവത്തോട് ആമേൻ പറയാവുന്നവർ എത്ര പേരുണ്ട്? നമ്മളെ സ്നേഹിച്ചവരൊക്കെ മാറിപ്പോയില്ലേ? നമുക്ക് കൈത്താങ്ങൽ വരാമെന്ന് പറഞ്ഞവരൊക്കെ കൈവിട്ടില്ലേ? ഗ്ലോറി ടു ദ ലോർഡ്. ഭക്തിയുള്ളവർ ഭക്തി വിട്ടു മാറിയില്ലേ? എന്നാൽ മാറാത്ത ദൈവത്തിൻ്റെ സ്വഭാവത്താൽ അവൻ എന്നെ കരം പിടിച്ച് വഴി നടത്തുന്നത് ഓർത്ത് എൻ്റെ ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുക. ഗ്ലോറി ടു ദ ലോർഡ്. അന്ത്യം വരെ കരുതി കൊള്ളാമെന്ന് പറഞ്ഞ് സ്നേഹം പ്രകടിപ്പിച്ച് കൂട്ടത്തിൽ കൂടി എത്ര എണ്ണത്തിന് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നു, റെയിൽപാളത്തിൽ തള്ളിയിട്ട് കൊല്ലുന്നു, വിഷക്കുപ്പി കൊടുത്ത് കൊല്ലുന്നു, പാമ്പിനെ കൊത്തിച്ച് കൊല്ലുന്നു. ഇതിൻ്റെയൊക്കെ നടുക്ക് ഇതുവരെയൊക്കെ സ്നേഹം പറഞ്ഞിട്ട് മാറിയാലും മാറാത്ത സ്വഭാവമുള്ള എൻ്റെ ദൈവം എന്നെ നിർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. പൊന്നുകുഞ്ഞേ, നിൻ്റെ കുടുംബം ഇതുവരെ നിലനിന്നത് നിൻ്റെ സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യം കൊണ്ടല്ല, നീ രക്ഷകനായി സ്വീകരിച്ച ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മഹിമയാണ് നിൻ്റെ കുടുംബത്തെ നിലനിർത്തിയിരിക്കുന്നത്. ഗ്ലോറി ടു ദി ലോർഡ്. തകർന്ന കുടുംബ ബന്ധങ്ങളുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ മടങ്ങുക. ദൈവത്തിൻ്റെ സ്നേഹബന്ധത്തിലേക്ക് നിങ്ങൾ മടങ്ങുക. നിൻ്റെ കുടുംബമൊന്ന് നേരെയാവട്ടെ. മാതാപിതാക്കളും സഹോദരങ്ങളുമായും കുടുംബവുമായിട്ടൊക്കെ ഉള്ള ബന്ധം തകർന്നവരുണ്ടെങ്കിൽ നീ ഒരു വശത്തൂടെ എനിക്ക് കർത്താവിനെ അറിയാമെന്ന് പറയുകയും മറുവശത്ത് നിൻ്റെ ജീവിതത്തിനകത്ത് ഈ ദൈവീക സ്വഭാവം വിട്ടുമാറിയിട്ടുമുണ്ടെങ്കിൽ ഈ വചനത്തിലൂടെ ഒരു കാര്യം പറയാം. നിൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ, ഭർത്താവിനെ സ്നേഹിക്കാൻ, മക്കളെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ നിൻ്റെ സ്വന്തം കഴിവ് കൊണ്ടല്ല നിനക്ക് പറ്റുന്നത്, ദൈവത്തിൻ്റെ സ്വഭാവം നിനക്ക് കിട്ടിയതുകൊണ്ടാണ്. ഗ്ലോറി ടു ദ ലോർഡ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നവരുണ്ട്? എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ആമേൻ പറയാവുന്ന പ്രിയപ്പെട്ടവർ എത്ര പേരിന്ന് പകൽക്കാലമുണ്ട്? ദൂരങ്ങളിലാണെങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്നത് അറിയുന്ന പ്രിയപ്പെട്ടവർ എത്ര പേരുണ്ട്? കർത്താവേ, ആ സ്വർഗീയ സ്വഭാവത്തിനായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ വന്നതുകൊണ്ടാണ് നമുക്കാരെയൊക്കെ സ്നേഹിക്കാൻ പറ്റുന്നത്. നമ്മളെ എതിര് പറയുന്നവരെ പോലും സ്നേഹിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ഡിവൈൻ നേച്ചർ നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. ഞാൻ പറയാം, പലരോടും ചിലപ്പോൾ നമുക്ക് ഒട്ടും സംസാരിക്കാൻ പോലും പറ്റാത്ത ചില വ്യക്തികൾ കാണും. പക്ഷെ അവരെ കാണുമ്പോഴും ചിരിക്കുകയും വർത്തമാനം പറയുന്നതും ഒക്കെ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് നമ്മളൊന്നും ചിന്തിക്കാതെ അങ്ങ് ഇടപെടുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ ദൈവത്തിൻ്റെ സ്വഭാവം എന്നിലേക്ക് വന്നതുകൊണ്ടാണ്, ഈ ഡിവൈൻ നേച്ചർ എന്നിലേക്ക് വന്നതുകൊണ്ടാണ്.
അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. ഇല്ല ദൈവമക്കളെ, അതൊക്കെ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? ആരെയും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഒരാളെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ നേച്ചർ നമ്മളിൽ വരണം. അതിനെക്കുറിച്ച് അനുഭവിച്ചറിഞ്ഞവൻ ഭക്തന. എനിക്കൊരു കുഴപ്പമില്ല, ഭക്തി ഉണ്ടെന്നും പറഞ്ഞൊന്നും ജീവിച്ചിട്ട് പറഞ്ഞു പോയതുകൊണ്ട് കാര്യമില്ല. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന പദപ്രയോഗം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന എന്ന് പറഞ്ഞാൽ, സത്യമെന്ന് പറഞ്ഞാൽ ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം. അനീതി കൊണ്ട് ദൈവത്തിൻ്റെ സത്യത്തെ തടുക്കുന്ന രണ്ട് കാരണങ്ങൾ. അതാണ് 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അനീതി കൊണ്ട് ദൈവത്തിൻ്റെ സത്യത്തെ തടയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന് അഭക്തി, രണ്ട് അനീതി. ഭക്തികേടും അനീതിയും കൊണ്ട് ദൈവമെന്ന സത്യത്തെ നമുക്ക് തടയാൻ പറ്റും. അതാണ് ആ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളൊരു സ്റ്റഡി പോലുകൂടാണ് ഞാനിത് പറഞ്ഞു പോകുന്നതെന്ന് എനിക്കറിയാം. എന്താണെന്ന് മനസ്സിലായ ദൈവമക്കളെ? നമുക്ക് ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും തടയാൻ പറ്റും. ദൈവത്തെ തടയാന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയുന്നു എന്നല്ലേ അർത്ഥം. അത് തടയുന്ന രണ്ട് കാര്യം മതി. ഭക്തനായിരുന്നവൻ ഭക്തികേട് കാണിക്കുകയും നീതിയോടെ ജീവിക്കേണ്ടവൻ നീതികേട് കാണിക്കുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അനീതി ചെയ്യുന്നെന്ന. അനീതി ചെയ്യുമ്പോൾ എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയണോ അതോ ദൈവത്തിൻ്റെ പ്രവർത്തിക്കാൻ നിങ്ങളെ വിട്ടുകൊടുക്കണോ? നിങ്ങളുടെ ജീവിതത്തിലൊരു ദൈവപ്രവൃത്തി നടക്കണോ? നിങ്ങളുടെ കുടുംബത്തിലൊരു ദൈവപ്രവൃത്തി നടക്കണോ? നിങ്ങളുടെ ദൈവസഭയിൽ ഒരു ദൈവപ്രവൃത്തി നടക്കണോ? അത് നടക്കണമെങ്കിൽ വെളിപ്പെടേണ്ട സത്യത്തെ അല്ലെങ്കിൽ ദൈവമെന്ന സത്യത്തെ എൻ്റെ ചിന്താമണ്ഡലത്തിൽ വരുന്ന ചില അനീതി കൊണ്ട്, എൻ്റേതായ ഭാവനയിൽ വരുന്ന ചില കാര്യങ്ങൾ കൊണ്ട് ഈ ദൈവമെന്ന സത്യത്തെ ഞാൻ തടയുമ്പോൾ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഭക്തനായവൻ അഭക്തനാകുക, നീതി ചെയ്യേണ്ടവൻ നീതികേട് ചെയ്യുക. ഇത് രണ്ടും ചെയ്തിട്ട് അവർ പറയുക ഞാനൊരു ഭക്തനാണ്, ഞാൻ നീതി. ആദ്യം ഞാൻ ഓർപ്പിച്ച വിഷയമാണ്. ഞാനൊരു ദൈവവൈതല ഭക്തനായിട്ട് ജീവിക്കുന്നെന്ന് പറഞ്ഞേച്ച് അതിനെ തടയുന്ന രണ്ട് വിഷയങ്ങളാണ് അഭക്തി, അതുപോലെ തന്നെ അനീതി. ഇത് രണ്ടും ചെയ്തിട്ട് അവർ ഭക്തനാണെന്നും നീതിമാനാണെന്നും പറഞ്ഞ് ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന വിഷയം, ഇതിന് നിരവധി ചോദ്യങ്ങൾ ആർക്ക് വേണേലും ചോദിക്കും. ഇതൊക്കെ നമ്മൾ തന്നെ ഇത് മനസ്സിലാക്കി അവരവരുടെ ജീവിതം ക്രമീകരിക്കാനുള്ളതാണ്. എന്നോട് നിങ്ങൾക്ക് ചോദിക്കാം, എനിക്ക് നിങ്ങളോട് ചോദിക്കാം. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭക്തനായിരിക്കുന്നതും അനീതി ചെയ്യാതിരിക്കുന്നതും നീ ദിനംതോറും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവശക്തി കൊണ്ടും ദൈവത്തിൻ്റെ സ്വഭാവം കൊണ്ടുമാണ്. ചുരുക്കം വാക്കുകളിൽ അതേ ഉള്ളൂ. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവപൈതൽ അഭക്തനായി നിന്ന് ഒരിക്കലും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയാൻ പാടില്ല. അത് തടഞ്ഞാൽ അവൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപം വരും, സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുമെന്ന. അപ്പം ദൈവത്തിൻ്റെ സത്യത്തെ തടയുന്ന രണ്ട് വിഭാഗങ്ങളാണ്. ഒന്ന് ഭക്തനാണെന്ന് അവകാശപ്പെടുന്നവൻ. സത്യത്തിൽ അതിൻ്റെ രണ്ട് പദപ്രയോഗങ്ങളിലൂടെ രണ്ടാമത് യഹൂദനല്ലാത്തവൻ. ഈ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സ്പെഷ്യൽ റെവലേഷൻ കിട്ടിയ ആളാണ്. പ്രത്യേകമായ ദൈവിക വെളിപ്പാട് പ്രാപിച്ചവരാണ് യഹൂദൻ. അവനാ പറഞ്ഞത് ഞാൻ ഭക്തനാണ്. എന്നാൽ നീതി ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം ജനറൽ റെവലേഷൻ കിട്ടിയവനാണ്. അവന് പൊതുവിലുള്ള വെളിപ്പാടാണ്. ഞാൻ പറഞ്ഞില്ലേ, ലോകത്തിൽ ആരും പറഞ്ഞതെന്നില്ലെങ്കിലും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ചെയ്യുന്നത് നീതിയോടൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ളത് ഒരു ജനറൽ റെവലേഷനാണ്. രണ്ട് വിധത്തിലുള്ള വെളിപ്പാടുകളാണ് മനുഷ്യൻ പ്രധാനമായി കിട്ടുന്നത്. ഒരു സ്പെഷ്യൽ റെവലേഷനുമുണ്ട്, ജനറൽ റെവലേഷനുമുണ്ട്. ഞാൻ ദൈവമക്കളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുക. കർത്താവ് നമുക്ക് തന്നത് ഒരു ജനറൽ റെവലേഷൻ അല്ല, നമുക്കൊരു സ്പെഷ്യൽ റെവലേഷനാണ് തന്നത്. അതെന്തിനാണ് തന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഭക്തനായിരിക്കാനാണ്. ആ ഭക്തൻ ഒരിക്കലും അനീതി കാണിക്കാൻ പാടില്ല, അഭക്തി കാണിക്കാൻ പാടില്ല. ആ അഭക്തി നമ്മൾ കാണിച്ചാൽ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വരും. എന്നാൽ ദൈവം ഈ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? സ്തോത്രം. അനേകർ പ്രതിവാദമില്ലാതിരിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ അകത്ത് നീ അന്ന് മുതൽ ഈ കൃപ അനുഭവിച്ച ദൈവവൈതല, എന്നു മുതൽ ഈ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച ദൈവവൈതല. ഇതനുഭവിച്ച ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഇന്നിങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ ദൈവത്തിൻ്റെ നിത്യശക്തിയും
അവൻ്റെ ദൈവത്വവും അഥവാ ദൈവത്തിൻ്റെ എറ്റേണൽ പവറും അതുപോലെ തന്നെ ദൈവത്തിൻ്റെതായ ഡിവൈൻ നേച്ചറും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ദൈവപൈതലാകയാൽ അതിനൊത്തവണ്ണം ജീവിപ്പാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവ് കൃപ തരണേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്രത്തോളം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമായി എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ദൈവമക്കൾ മറക്കരുത്, ഇത് ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് മനുഷ്യൻ ദൈവത്തെ അറിയാൻ ദൈവം താല്പര്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, മനുഷ്യൻ ദൈവത്തിൻ്റെ നിത്യശക്തി അറിയണം. 2, മനുഷ്യൻ ദൈവത്തിൻ്റെ ദിവ്യത്വം അറിയണം. സ്തോത്രം. എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ ശക്തിയും ദിവ്യത്വവും അഥവാ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തി തന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് സ്തോത്രം ചോദ്യമില്ലാതിരിക്കാൻ അഥവാ പ്രതിവാദമില്ലാതിരിക്കാൻ. സ്തോത്രം. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഈ 2 പ്രത്യേക സ്വഭാവങ്ങൾ, നിത്യശക്തിയെയും ദൈവത്തെയും തടയാൻ കഴിയുന്ന 2 കാര്യങ്ങൾ ദൈവം നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഒന്ന് ഏതെന്ന് ചോദിച്ചാൽ അഭക്തി. 2 നമ്മളെ കാണിച്ചു തന്ന അഭക്തനും അതുപോലെ തന്നെ അനീതി ചെയ്യുന്നവനും. ദൈവം പറയുന്നു, ഇവരെല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ മാനസാന്തരപ്പെടണം. ഇവരെല്ലാം യേശു എന്ന സത്യത്തെ അംഗീകരിക്കണം. ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിച്ച് സ്വീകരിച്ച് മുന്നോട്ട് പോകണം. ഒരുപക്ഷെങ്കിൽ ഇതിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഞാൻ കരുതുന്നു യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നവരും രക്ഷിക്കപ്പെട്ടവരുമാവാം. ഒരുപക്ഷെങ്കിൽ ഭാഗികമായി ഇതിനെക്കുറിച്ച് അനുഭവിച്ചറിഞ്ഞവരാവാം. ഒരുപക്ഷെങ്കിൽ നാളെ ഇത് റെക്കോർഡാകുമെങ്കിൽ ഇത് കേൾക്കുന്നവർ പിന്നത്തേതിലായിരിക്കും കേൾക്കുന്നത്. അവരോടും എനിക്ക് പറയാനുള്ള ദൂത് ഇത് മാത്രമാണ്. എത്ര വർഷം കഴിഞ്ഞാലും പ്രസംഗങ്ങളും കാലങ്ങളും എല്ലാം മാറിപ്പോയാലും മാറാത്ത ഒരു സത്യമാണ്, ഭക്തനായാലും അഭക്തനായാലും പാരമ്പര്യമുള്ളവനായാലും പാരമ്പര്യമില്ലാത്തവനായാലും ഈ ശക്തിയാകുന്ന യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. രക്ഷയ്ക്കുള്ള ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് നീ രക്ഷിക്കപ്പെടുന്നില്ല, സ്നാനപ്പെട്ടതുകൊണ്ടും രക്ഷയാകുന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ നിൻ്റെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കണം, സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. ഭക്തിയുടെ പഴങ്കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആധുനിക ക്രൈസ്തവ ലോകത്തിനകത്ത് നിനക്ക് തൻ്റെ ഇടത്തോടെ പറയാമോ, എനിക്കൊരു ഭക്തിയുടെ പഴങ്കഥയല്ല, ഭക്തനായി ജീവിപ്പാൻ ഒരു ആഗ്രഹമുണ്ട്. സ്തോത്രം. ദിനംതോറും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം നിന്റെ ശരീരത്തിലും നിന്റെ ഭവനത്തിലും നീ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് ഈ ശക്തി ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല സഹോദര. ഇത് 2 അനുഭവിച്ചറിഞ്ഞ് നിനക്ക് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതിരിക്കാനും കഴിയുകയില്ല. സ്തോത്രം. ദൈവവചനത്തിന് ചെവിയോർക്കുന്ന കാതോർക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, കർത്താവേ, അങ്ങയുടെ ശക്തിയെ തടയാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കിടവരരുത്, അങ്ങയുടെ ഭക്തിയെ തടയാൻ എനിക്കിടവരരുത്. അത് 2 സംഭവിച്ചാൽ അടുത്തതെന്തെന്ന് ചോദിച്ചാൽ ദൈവകോപം സ്വർഗത്തിൽ നിന്ന് വരും. ഇതാരെയും ജീവിതത്തിൻ്റെ അകത്ത് ഇന്നാരുടെ മേൽ വരുമെന്നോ ഇന്നവർക്ക് വരുമെന്നോ പറയാനൊന്നുമല്ല ഞാനീ പറഞ്ഞത്. പക്ഷെ ദൈവത്തിൻ്റെ വചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഈ കോപം ഞാൻ ശപിച്ചാൽ ആർക്കും വരത്തില്ല, നിങ്ങൾ ശപിച്ചാലും ആർക്കും വരത്തില്ല. അങ്ങനൊന്നും ശാപം ആരുടെ മേലൊന്നും ഏക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഈ വചനം പഠിപ്പിക്കുന്നതെന്നറിയാമോ, ഭക്തനാണെന്ന് പറഞ്ഞിട്ട് ഭക്തികേട് കാണിച്ചാൽ ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേൽ വരും. ഇനി ഒന്നും അറിയത്തില്ലെങ്കിലും ദൈവത്തിൻ്റെ നന്മകൾ ഓരോ നിമിഷവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവൻ, അവനും ദൈവത്തിന് നന്ദി കൊടുക്കാതിരുന്നാൽ, അല്ലെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതിരുന്നാൽ, അവൻ്റെ മേലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കോപം വരും. ഇത് 2 വെളിപ്പെടുമെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ നിത്യശക്തി ഞാൻ ദിനംതോറും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നെന്ന് ആ ഇരിക്കുന്ന ഇരിപ്പിൽ കണ്ണുകളടച്ച് ദൈവത്തോട് പറയാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ ജനിച്ചപ്പോൾ മുതൽ
ഇന്നുവരെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ പകലിൽ ദൈവത്തോട് നന്ദി പറയാൻ എത്ര പേർക്ക് ഹൃദയത്തിലാവും? കാലങ്ങൾ മാറിയില്ലേ? തലമുറകൾ മാറിയില്ലേ? ഋതുഭേദങ്ങൾ സംഭവിച്ചില്ലേ? കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിച്ചില്ലേ? ഇതൊക്കെ മാറിയിട്ടും മാറാത്ത ഒരു നിത്യശക്തി എനിക്കും നിങ്ങൾക്കും ദൈവം തന്നില്ലേ? ഹല്ലേലൂയ. രണ്ട് കാലുകളിൽ ഊന്നി നിന്ന് നടക്കാനും ഓടാനും ചാടാനും ജീവിതത്തിൽ വേണ്ട സഞ്ചരിക്കാനുള്ള യോഗ്യത ദൈവം തന്നെങ്കിൽ കർത്താവിനോട് നന്ദി പറയാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? ഗ്ലോറി ടു ദ ലോർഡ്. സ്നേഹിതരെ, ഭക്തനായി ജീവിക്കാൻ തിരഞ്ഞെടുത്ത എന്നെയും നിങ്ങളെയും ഭക്തി കെട്ടവരായി കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവ് പറയുന്നു, നീ ഭക്തിയോടെ ജീവിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ സമർപ്പിക്കുമോ? ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുപക്ഷെങ്കിൽ നിങ്ങൾ കരങ്ങൾ ഉയർത്താൻ കഴിയുകയില്ലായിരിക്കും. നിങ്ങൾ വെറുതെ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ കയറിയിരുന്ന് ഇത് കേൾക്കുന്നതായിരിക്കും. നിങ്ങൾ ആരെന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷെ ദൈവം ഇന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം ഇന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ദൈവം നിങ്ങളോട് പറയുന്നത് ഇതാ, മോനെ മോളെ, ഗ്ലോറി ടു ദ ലോർഡ്. നീ ജനിക്കുന്നതിന് മുമ്പ് നിൻ്റെ അപ്പനും അമ്മയ്ക്കും പോലും നിന്നെ വേണ്ടാതിരുന്നപ്പോൾ, ഓ ശമനാഹത്വനാജാന, നീ ജനിക്കണമെന്ന് ആരും ഇഷ്ടപ്പെടാതിരുന്നപ്പോൾ നിന്നെ പേർ ചൊല്ലി ജലിച്ച് ജനിക്കാൻ ഞാൻ അനുവദിച്ചവനാ. നിൻ്റെ മാതാപിതാക്കൾക്ക് പുറമേ പലതും കാണിച്ചെങ്കിലും നിന്നെ ഉള്ളിൽ സ്നേഹിക്കാൻ കഴിയാതിരുന്നപ്പോൾ, നിന്നെ സ്നേഹിച്ച സിബ്ലിങ്സിന് പലർക്കും നിന്നെ സ്നേഹിക്കാൻ കഴിയാതിരുന്നപ്പോൾ, ദൈവം എന്ന് പകൽക്കാലം പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിച്ച ദൈവമാണ്. നീ എനിക്ക് വേണ്ടി എന്ത് പകരം തന്നു? നിൻ്റെ ജീവിതം എനിക്ക് വേണ്ടി നീ സമർപ്പിക്കുമോ? എന്നെ, ഈ ശക്തിയെ നീ ഒന്ന് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ഈ രക്ഷകനെ നീ ഒന്ന് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ഇത് നല്ല സമയമാണ്. ഇത് നല്ല സമയമാണ്. യേശു വരാറായി. യേശു വരാറായി. കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ഞാൻ നിന്നെ ചേർക്കാൻ വരാൻ പോകുകയാണ്. ഞാൻ നിന്നെ ചേർക്കാൻ വരുവാൻ പോകുകയാണ്. ഇനിയും നിനക്ക് എന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? നീ ഈ ശക്തി അനുഭവിച്ചതല്ലേ? ഇനിയും നിനക്ക് ദൈവത്തെ അറിയത്തില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഹല്ലേലൂയ. മാതാപിതാക്കളുടെ പേരിൽ ഇനി എത്ര നാൾ നീ പിടിച്ചു നിൽക്കും? അവരുടെ പ്രാർത്ഥന കൊണ്ട് എത്ര നാൾ നീ നിൽക്കും? കുഞ്ഞെ, നിനക്കതിന് പറ്റത്തില്ല. ദൈവം പറയുന്നു, എന്നെ നീ രക്ഷകനായി സ്വീകരിക്കുക. ഈ ശക്തി അനുഭവിക്കാൻ നീ വിട്ടുതരിക. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഇന്ന് പകലിൽ എവിടെയൊക്കെയോ ഇതുവരെയും ഈ ദൈവവചനത്തിന് മുമ്പിൽ സമർപ്പിക്കാത്ത, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ആരൊക്കെയോ ഇത് കേൾക്കുന്നവരുണ്ട്. നിങ്ങളെ ദൈവം ഹൃദയംഗമായി ഇന്ന് പകൽക്കാലം ക്ഷണിച്ചുകൊണ്ട് പറയുന്നു, നിന്നെ തന്നെ നീ വിട്ടു തന്നാൽ, യേശുവിൻ്റെ ശക്തിയിലേക്ക് നീ വന്നാൽ, ഇന്നും മാറാത്ത ഇമ്മ്യൂട്ടബിളായിട്ടുള്ള, ഒരു മാറ്റവുമില്ലാത്ത, ആദിയും അന്തവുമില്ലാത്ത ശക്തി നിന്റെ വിഷയത്തിൽ ഞാൻ പ്രവർത്തിപ്പാൻ ശക്തനാണ്. അത് വേണമെന്ന് വേണ്ടവർ ഒറ്റയ്ക്കിരിക്കുന്നിടത്ത് ഞാൻ നിങ്ങളോട് പറയാം, ഒറ്റയ്ക്കിരിക്കുന്നവർക്ക് അത് ഏറ്റവും വലിയ സൗകര്യം. അല്ലാത്തവർ വേണമെങ്കിൽ പ്രാർത്ഥിച്ചു. നിങ്ങളെക്കൂട്ട് നിലവിളിച്ച ദൈവമക്കളെ, കർത്താവിന് കേൾക്കാൻ വയ്യാത്തത് കൊണ്ടൊന്നുമല്ല, പക്ഷെ നമ്മുടെ ഒരുക്കം അറിയാൻ ദൈവം കാത്തിരിക്കുക. നിങ്ങളിരിക്കുന്ന ഇടത്ത് ആ ഡോർ അടച്ചിട്ടേച്ച്, അപ്പാ, ഈ ശക്തിയെക്കുറിച്ച് ദൈവദാസൻ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടു, ഇത് തുടക്കോ ഒടുക്കോ ഇല്ലാത്ത ശക്തിയാണെങ്കിൽ എൻ്റെ വിഷയത്തിൽ ഈ ശക്തി ഒന്ന് ഇറങ്ങണേ. എനിക്ക് വേണ്ടി ഈ ശക്തി ഒന്ന് ഇറങ്ങണേ. എൻ്റെ കുഞ്ഞിൻ്റെ വിഷയത്തിൽ, എൻ്റെ വിഷയത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശക്തി ഒന്ന് ഇറങ്ങണേ എന്ന് ഇന്ന് പകൽക്കാലം ആര് പ്രാർത്ഥിക്കും? ദൈവമേ, എനിക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞിനു വേണ്ടി,
എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി അങ്ങയുടെ ശക്തി ഒന്ന് ഇറങ്ങണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങളെ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. രക്ഷിക്കപ്പെടാത്തവർ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ഇതുവരെയും രക്ഷിക്കപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം കേട്ടവർ ഇന്ന് പകൽക്കാലം രക്ഷയ്ക്കായി നിങ്ങളെ സമർപ്പിക്കുക. ഇതുവരെയും ഭക്തൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കാൻ കഴിയാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുക. ഇത് സുപ്രസാദ കാലം. ഇത് ദൈവം ദർശിക്കുന്ന സമയം. കർത്താവിന് ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് ഒരു തടസ്സമല്ല. നിന്നെയാണ് ദൈവത്തിന് വേണ്ടത്. കർത്താവ് ഏതൊക്കെയോ ഹൃദയങ്ങളോട് പ്രവർത്തിക്കുന്നതായി ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. 1-2 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിട്ടുതരികയാണ്. ഇന്ന് പകൽക്കാലം ഇതിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നവരെത്ര, അപ്പാ എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് എൻ്റെ യേശുവിനെ മതി, യേശുപ്പായ മതി, യേശുപ്പച്ചനെ മതി, യേശുപ്പച്ചനെ മതി എന്ന് എത്ര പേർക്ക് നിങ്ങൾക്ക് ഇരിക്കുന്നിടത്ത് പറയാം. ഈ ശക്തി നിന്നു പോയിട്ടില്ല കേട്ടോ. നിനക്ക് വേണ്ടി ഇപ്പോൾ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ ഇരിക്കുന്നിടത്ത് ഈ ശക്തി ഇറക്കി വരാൻ ദൈവം ശക്തനാണ്. ആദ്യവും അന്തവും ഇല്ലാത്ത ഈ ശക്തി നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരു സാധാരണക്കാരന് വേണ്ടി ദൈവത്തിന് അസാധാരണമായ ശക്തിയെ നൽകാൻ കഴിയുമെങ്കിൽ തൻ്റെ ഭക്തന് വേണ്ടി ഈ ശക്തി ദൈവത്തിന് തരത്തില്ലേ? ഹല്ലേലൂയ. യേശുവിനോട് പറ, യേശുവിനോട് പറ, യേശുവിനെ സ്വീകരിക്കുക, യേശുവിനോട് പറ. കർത്താവ് നിന്റെ വിഷയങ്ങൾക്ക് ഇന്ന് പകൽക്കാലം പരിഹാരം തരുന്നവനാണ്. ഇത് സമർപ്പണത്തിൻ്റെ സമയമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ടുകൊണ്ടിരുന്നവരെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ആരെങ്കിലും തീരുമാനമെടുത്തെങ്കിൽ കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. രക്ഷകനായി സ്വീകരിക്കുന്നവർ സ്നാനത്തിന് തീരുമാനമെടുക്കട്ടെ, വിശുദ്ധ ജീവിതത്തിന് തീരുമാനമെടുക്കട്ടെ. ഭക്തനെന്ന് കഴിഞ്ഞ നാളുകൾ ചിന്തിച്ചുപോയ ഇടത്ത് ഭക്തികേട് കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മടങ്ങി വരവൻ്റെ സമയമായി മാറട്ടെ. ഭക്തിയോടെ ജീവിപ്പാൻ ദൈവം സഹായിക്കണമേ. വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ചായിരിക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു, തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കർത്താവിനെ ഒരു പാട്ടിൻ്റെ ചില അടികൾ പാടി നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. മൽപ്രിയനെ എന്നേശു നായകനെ. മൽപ്രിയനെ എന്നേശു നായകനെ, എപ്പോൾ വരും? മൽപ്രിയനെ എന്നേശു നായകനെ, എപ്പോൾ വരും? എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ, എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ. എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ. എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ. മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ, എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ.
സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ ആ പാളുമ്പുനീരേ ജീവവൃക്ഷത്തിൻ തണലിൽ ആ പാളുമ്പുനീരേ ജീവവൃക്ഷത്തിൻ തണലിൽ എൻ സ്വർഗവീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മണലാ എൻ സ്വർഗവീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ പ്രത്യാശ വർദ്ധിക്കട്ടെ. സ്നേഹം വർദ്ധിക്കട്ടെ. വിശുദ്ധി വർദ്ധിക്കട്ടെ. പ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും പ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശേഷിപ്പാൻ എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശേഷിപ്പാൻ എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ. പ്രൈസ് ദ ലോർഡ്. അവന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവിടെ എവിടെങ്ങളിലായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെങ്കിൽ ഏതെങ്കിലും പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ സാക്ഷ്യങ്ങളോ ദൈവത്തിന് നന്ദിയോ പറയാനുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അതിനുവേണ്ടി സമയം ലഭ്യമാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഭവനങ്ങളുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, സാധാരണ